വിവിധ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങും. 24 മണിക്കൂർ പണിമുടക്ക് നാളെ അർദ്ധരാത്രിയാണ് അവസാനിക്കുക. പണിമുടക്കിൽ കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങില്ല, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിൽ നിന്ന് പത്തനംതിട്ടയിലെ കോഴഞ്ചേരി, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെ ഒഴിവാക്കി. അവിടെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. സുനിഷ അയ്യലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, വെരി ഗുഡ് മോർണിംഗ് സുനിഷ. സുനിഷ, നാളെ പണിമുടക്കുന്നുണ്ടോ? പണിമുടക്കിയ നമ്മുടെ വാർത്താ ചാനലിന്റെ സംപ്രേഷണം കുഴപ്പത്തിലാവും. അരുൺ, ഇന്നലെ സംയുക്ത ട്രേഡ് യൂണിയൻ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും പറഞ്ഞത് അതാണ്, എല്ലാവരും ഈ പണിമുടക്കിന്റെ ഭാഗമാകണമെന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പണിമുടക്ക് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും പണിമുടക്കിലേക്ക് കടക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കിലേക്ക് കടക്കുകയാണ് എല്ലായിടത്തും. പറയാം അല്ലേ സുനിഷ, നമ്മൾ പണിമുടക്കിനെതിരല്ല. ഈ ലേബർ കോഡ് ആണെങ്കിലും ശരി, തൊഴിലുമായി ബന്ധപ്പെട്ട ഭേദഗതി വിഷയങ്ങളാണെങ്കിലും ശരി, ഒക്കെ സംയുക്ത ട്രേഡ് യൂണിയന്റെ സമരം അല്ലെങ്കിൽ പണിമുടക്ക് എന്നുള്ളത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. പ്രാധാന്യം കുറച്ച് കാണുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ പണിമുടക്കിയ ആ വാർത്ത ആരും കാണാൻ പറ്റൂല, അതുകൊണ്ടാണ്. അപ്പൊ സുനിഷ, നമ്മൾ വാർത്തയിലേക്ക് വന്നാൽ നാളെ പണിമുടക്ക് ശക്തമാകും. BJPയുടെ ട്രേഡ് യൂണിയനുകൾ ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ 1-2 പഞ്ചായത്തുകളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? അതെ അരുൺ, അതായത് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് കൊണ്ടാണ് പത്തനംതിട്ടയിലെ ആ പഞ്ചായത്ത് ഒഴിവാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ശബരിമലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഞ്ചാരികൾക്കൊന്നും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അവശ്യ സർവീസുകളായ പത്രം, പാല്, മരുന്നുകൾ, ഫയർഫോഴ്സ്, ആംബുലൻസ്, ഇത്തരം സർവീസുകളെ ഒന്നും തന്നെ ഈ പണിമുടക്ക് ബാധിക്കില്ല എന്നുള്ളതും ഇന്നലെ തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. മറ്റെല്ലായിടത്തും ഈ പണിമുടക്ക് ബാധകമായിരിക്കും എന്നുള്ളതാണ്. നിരത്തുകളിൽ വാഹനം ഇറങ്ങില്ല, കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കും. അങ്ങനെ കാർഷിക, വ്യവസായ, വാണിജ്യ, വ്യാപാര കേന്ദ്രങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കും. ഇനി ഷോപ്പിംഗ് മാളുകളൊന്നും തന്നെ തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് കൂടി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലെ ആളുകളും ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നുള്ളത് തന്നെയാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെയാണ് ഈ പണിമുടക്ക് നടക്കുക. ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഈ തൊഴിലാളി യൂണിയനുകളല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി യൂണിയൻ ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഒരു പണിമുടക്കുണ്ടായിരുന്നു. അന്ന് 25 കോടിയിലോളം ആളുകൾ ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി എന്നുള്ളതാണ്. അതിലധികം ആളുകൾ ഏതായാലും ഇത്തവണ ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ഏതായാലും നാളെ സ്തംഭിക്കും എന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. എല്ലാ അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റെല്ലാ സർവീസുകളിലും നാളെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. KSRTC അടക്കമുള്ള സർവീസുകളിലെല്ലാം തന്നെ ചില ബുദ്ധിമുട്ടുകൾ നേരിടും. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയേണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പണിമുടക്ക് എന്നുള്ളത് തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചിരുന്നു. ഏതായാലും എല്ലാ മേഖലകളിലും ഈ പണിമുടക്ക് ബാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിവിധ കേന്ദ്രങ്ങളിൽ ധർണകളും പ്രതിഷേധ റാലികളും ഒക്കെ നടത്തുന്നുണ്ട്. നാളെ ലോക്ഭവനിലേക്ക് മാർച്ചുണ്ട്. വിവിധ കേന്ദ്രങ്ങൾ 1000-ഓളം ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന കൂടി വരുന്നുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഈ പണിമുടക്ക പ്രതിഷേധം കടുപ്പിക്കുമെന്നത് തന്നെയാണ്. താങ്ക് യു സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അറിയാം, കേരളത്തിലൊരു മധ്യവർഗ സമൂഹത്തെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ പണിമുടക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ എല്ലാ പണിമുടക്കുകളും സമരങ്ങളും നാളത്തേക്കുള്ള ഇടിവെപ്പുകളാണ് എന്നുള്ളതാണ് സമരം ചെയ്യുന്നവർ പറയുന്നത്. ഒരു ഘട്ടത്തിൽ അത് ശരിയുമാണ്. കാര്യം, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി അത് സംസ്ഥാനത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്, തൊഴിലാളികളെ ബാധിച്ചിട്ടുണ്ട്. തൊഴിൽ കോഡുകൾ, പുതിയ ലേബർ കോഡുകളെയും തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതിൻ്റെ ഭാഗമായിട്ടാണ് 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ തൊഴിലാളി ഫെഡറേഷനും അടക്കമാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ കേരളവും അടക്കം ഇന്ത്യ മുഴുവൻ സ്തംഭിക്കുമെന്നാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണത് പ്രകടമാകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ കേരളത്തിലൊക്കെ വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് നാളെ അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവർ അത് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുക. ആശുപത്രി, എയർപോർട്ട്, ഇത്തരം കാര്യങ്ങൾക്കൊന്നും അത് ബാധകമല്ല. അത് പണിമുടക്കുകാരെ സഹകരിക്കും. പക്ഷേ പണിമുടക്കുകാരെ പറ്റിച്ചുകൊണ്ട് പോകാം എന്ന് കരുതി ചില ആളുകളൊക്കെ ബോർഡ് വെച്ചുകൊണ്ടൊക്കെ പോകും. അവരുമായിട്ട് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ഒഴിവാക്കി പോവുക എന്നുള്ളതാണ്. കോഴഞ്ചേരി, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ. കാര്യം, അവിടെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നു. അപ്പോൾ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയാണ്. പണിമുടക്കിലെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അധികം പേർക്കും വിയോജിപ്പുണ്ടാവില്ലല്ലോ.